ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് ക്രൈസ്റ്റിൽ ഇന്ന് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കേണ്ടത്, ദൈവം ഇഷ്ടപ്പെടാത്ത വഴികളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ്. അഥവാ അവിടെ തന്നെ നിൽക്കുന്ന ആ ദൈവം ഇഷ്ടപ്പെടാത്ത വഴികളിലൂടെയാണ് വീണ്ടും നമ്മൾ നടക്കുന്നതെങ്കിൽ അത് നമ്മുടെ നാശത്തിലേക്ക് പോകുന്ന വഴികളായിരിക്കും എന്ന തിരിച്ചറിവ് ഇന്ന് ഉണ്ടാകട്ടെ. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ ഗുഹയിൽ കയറി അവിടെ താമസിച്ചു. കർത്താവ് അവനോട് വന്ന് ചോദിക്കുകയാണ്, ഏലിയായേ, നിനക്ക് ഇവിടെ എന്താ കാര്യം? സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ദൈവം ബാലാമിനോടും ഇതേപോലെയുള്ളൊരു ചോദ്യം ആവർത്തിക്കുന്നു. നിനക്കൊപ്പമുള്ള ഈ മനുഷ്യർ ആരാണ്? ദൈവം ചോദിക്കുന്നു, നമ്മളെ സ്ഥാനം തെറ്റി, ഇടം തെറ്റിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഏലിയാവിനെ ദൈവം അയച്ചത് പർവ്വതത്തിലേക്കല്ലേ? പേടിച്ച് ഓടി ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് ഏലിയ. ബാലാം ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. പക്ഷേ ഓഫർ ചെയ്യപ്പെട്ട സ്വർണത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, അതിൽ വശീകരിക്കപ്പെട്ടുകൊണ്ട് രാജാവിന്റെ ദൂതന്മാരെ ചോദിച്ചപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, ഇവർക്ക് ഈ വീട്ടിൽ എന്താ കാര്യം? ഇത് നിന്റെ വീടല്ലേ? നീ എന്റെ ദാസനല്ലേ? ബാലാമേ, ഇവർ നിന്റെ വീട്ടിൽ എന്താ? ദൈവം ചോദിക്കുന്നു, ഇന്ന് നമ്മോട് ചോദിക്കുന്നു, നീ നിൽക്കുന്ന സ്ഥലം, ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലം ദൈവം നിയോഗിച്ചതാണോ? നിന്റെ ഹൃദയത്തിൽ ആരാണ് വിരുന്നുകാരൻ? ദൈവത്തിന്റെ ആത്മാവോ അതോ ലോകത്തിന്റെ പ്രലോഭനമോ? ഭയവും മോഹവും ദൈവത്തിന് ഇഷ്ടമല്ല. ഏലിയാവാണെങ്കിൽ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുക, ദൈവം കൊടുത്ത ദൗത്യം ഉപേക്ഷിച്ച്. ബാലാവാണെങ്കിൽ മോഹിച്ച സ്വർണം കിട്ടാനായിട്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് വീണ്ടും 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 ചോദിക്കുക. കാരണം നോട്ടം സ്വർണത്തിലാ. ദൈവം ഇതിനെ രണ്ടിനെയും എതിർക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നാൽ ദൈവത്തിന്റെ ശബ്ദം പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഗുഹയിൽ ദൈവത്തിന്റെ കാറ്റും ഭൂകമ്പവും തീയും ഉണ്ടായി, പക്ഷെ ദൈവം അവയിലില്ലായിരുന്നു. ദൈവം അവനോട് ശാന്തമായ സ്വരത്തിൽ പറയുന്നു. അതുപോലെ നമ്മുടെ മൃദുവായ ഹൃദയത്തിലെ സ്പന്ദനവും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നീ ഇപ്പൊ എവിടെയാ? ആദത്തിനോട് ദൈവം ചോദിക്കുന്നു, ആദം, നീ എവിടെയാ? കാരണം ദൈവത്തിൽ നിന്ന് അകന്ന് അവൻ ഒളിച്ചു. പാപമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ടും ദൈവത്തിൽ നിന്ന് ഒളിക്കാനായിട്ടും പ്രേരിപ്പിക്കുന്നത്. ഏലിയാവിനെ ദൈവം ഗുഹയിൽ നിന്ന് പുറത്ത് വിളിച്ചു ദൗത്യം പൂർത്തിയാക്കാൻ. അവൻ അത് അനുസരിച്ചു, അത് അനുഗ്രഹമായി. ബാലാമിനും ദൈവം മുന്നറിയിപ്പ് കൊടുത്തു, പക്ഷെ അവൻ അനുസരിക്കാതെ പോയി. അന്ത്യത്തിൽ നാശം സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഏലിയായെ പോലെ തിരിച്ചറിഞ്ഞ് അനുസരിക്കുമോ, അതോ ബാലാമിനെ പോലെ നാശത്തിലേക്ക് കടന്നു പോകുമോ? നമ്മെ ദൈവം വിളിച്ച സ്ഥാനം വിട്ട് പേടിച്ചോ മോഹിച്ചോ അകന്നു പോകുന്നവരാണോ നമ്മൾ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മൾ കാണുന്ന മൊബൈലിലെ റീൽസിൽ, മൊബൈലിലെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലൊക്കെ ദൈവം ചോദിക്കുന്നു, നിനക്കിതിലെന്താ കാര്യം? നീ ദൈവത്തിന്റെ മകനല്ലേ? നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയതല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത വിരുന്നുകാരെ, അത് പാപമാകാം, സ്വാർത്ഥതയാകാം, അനുസരണക്കേടാകാം, അവരുടെ കൂടെയാണ് നമ്മുടെ നടപ്പെങ്കിൽ ദൈവം ചോദിക്കുകയാണ്, ഇവർക്കെന്താ നിന്റെ വീട്ടിൽ കാര്യം? എൻ്റെ ചിന്തകൾ, ബന്ധങ്ങൾ ശരിയല്ല എങ്കിൽ ദൈവം ചോദിക്കുന്നു, ഇവരൊക്കെ ആരാ? നിനക്ക് ഇവരുമായിട്ട് എന്താ കാര്യം? രാജാക്കന്മാരുടെ പുസ്തകത്തിലെ വാക്യം ഓർത്തിരിക്കാം, ഏലിയാവേ, നിനക്കെന്താ ഇവിടെ കാര്യം? സംഖ്യാപുസ്തകത്തിലെ വാക്യം ഓർത്തിരിക്കാം, ബാലാമേ, നിനക്കൊപ്പമുള്ള ഇവർ ആരാണ്? പേടിയുടെയും മോഹത്തിന്റെയും ഗുഹയിലാണോ? യോനയോട് കപ്പലിലെ ക്യാപ്റ്റൻ ചോദിക്കുന്നു, നീ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് എന്താണ്? ഇത് ഉറങ്ങേണ്ട സമയമാണോ? ദാവീദ് യുദ്ധത്തിൽ പോകേണ്ട സമയത്തിൽ വീട്ടിൽ വന്നിരുന്നു, അത് പാപം ചെയ്യാനായിട്ട് കാരണമായി. പത്രോസ് ആണെങ്കിൽ യേശുവിനെ ദൂരെ നിന്ന് അനുഗമിച്ചു, അതുകൊണ്ട് എന്തു പറ്റി? അവനെ നിഷേധിക്കേണ്ടി വന്നു. പല സന്ദർഭങ്ങളിലും ഒരുപോലെ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു, നിനക്കിവിടെ എന്ത് കാര്യം? അല്ലെങ്കിൽ നീ ഇപ്പൊ എവിടെയാ? ദൈവത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അവൻ സർവജ്ഞാനിയാ. എങ്കിലും നിനക്ക് ഒരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടി ഇന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നു. ചില റീൽസുകൾ കാണുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, ചില യൂട്യൂബ് അല്ലെങ്കിൽ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ചാറ്റുകളൊക്കെ നടത്തുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിനക്കിവിടെ എന്താ കാര്യം? ബാറിലോ പബ്ബിലോ ഒക്കെ പോകുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിനക്കിവിടെ എന്താ കാര്യം? നിന്റെ വീട്ടിൽ
സ്നേഹബന്ധങ്ങളുടെ പേരിൽ അന്യായമായ ദൈവനിഷേധത്തിന് കാരണമാകുന്ന ബന്ധങ്ങളുള്ള സൗഹൃദങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, അല്ലെങ്കിൽ നീ അവരുടെ വീട്ടിൽ പോകുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, അവരാരാണ്? നിനക്കെന്താ അവരുമായിട്ട് കാര്യം? പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ ഹൃദയം നിന്റെ വചനത്തിൽ നിലകൊള്ളട്ടെ. പേടിയുടെയും മോഹത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും ഗുഹയിൽ നിന്ന് എന്നെ വെളിയിലേക്ക് തിരിച്ചു നടത്തണമേ. ഏലിയാവിൻ്റെയും ബാലാമിനെയും പോലെ ഞാൻ തെറ്റിയാലും മകനായി എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.